Hello guys, Calicut University 4th semester core mathematics in chapter 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 3ലെ തന്നെ eigen values അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് eigen values എന്താണെന്ന് നമ്മൾ പറയും. അതിൽ നിന്ന് eigen vectors എങ്ങനെ കണ്ടെത്താമെന്ന് പറയും. eigen space എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ eigen സ്പേസിന്റെ ബേസിസ് എങ്ങനെ കണ്ടെത്താം. ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കാം. ആ കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനമായിട്ട് ഒരു കേരളാസ് ബെസ്റ്റ് മാത്തമാറ്റിക്സ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. അതായത് കേരളാസ് ബെസ്റ്റ് മാത്തമാറ്റിക്സ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്തമാറ്റിക്സ് ആസ്പിരൻസ് എല്ലാവരും ഉണ്ടാവും, മാത്സ് പഠിക്കുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ്, PDF, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അത് മാത്രമല്ല മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി ആകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഇത് പോരാ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് വേണമെന്ന് കരുതുക. അതായത് മാത്തമാറ്റിക്സിൻ്റെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോ ലെക്ചേഴ്സ് വേണം, കോറിൻ്റെയും കോംപ്ലിമെൻ്ററിൻ്റെയും വീഡിയോ ലെക്ചേഴ്സ് വേണം, അതുപോലെ തന്നെ എൻ്റെ PDF നോട്ടുകൾ വേണം, ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രീമിയം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് 1499 രൂപക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സ് ഇപ്പോൾ ഓഫറിൽ 499 രൂപക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ വിളിക്കുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പോകുന്നത് ഇവിടെ ഈ പച്ച കളറിൽ ടിക്ക് കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതായത് 4th സെമ്മിൻ്റെ കംപ്ലീറ്റ് സിലബസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കവർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് കോറിൻ്റെയും കോംപ്ലിമെൻ്ററിൻ്റെയും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് വരുന്നത്. മാത്രമല്ല ലെക്ചർ നോട്ട്സുകളും PDF-കളും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അതിലുണ്ടാവും. നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ദിവസമായിട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 10 ദിവസം നിങ്ങൾ ഓരോ ദിവസം നമ്മൾ തരുന്ന വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും ലേറ്റ് ആക്കാൻ നിൽക്കണ്ട, ഈ നമ്പറിൽ വിളിക്കുക, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. വെറും 499 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ലേറ്റ് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അതാണ് eigen values ആൻഡ് eigen vectors എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം eigen valuesഉം eigen vectorsഉം അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും നമുക്ക് വളരെ നന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിട്ട് പോകാം. കുറച്ചും കൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടോ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അപ്പം eigen values ആൻഡ് eigen vectors, അതിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇതാണ് ഡെഫിനിഷൻ. ഇഫ് A is an n by n matrix, then a non-zero vector x in Rn is called an eigen vector of A. X കണ്ട, നോൺ സീറോ വെക്ടർ എക്സ് ഇൻ Rn ഈസ് കോൾഡ് എൻ eigen വെക്ടർ ഓഫ്. അതിന് eigen വെക്ടർ എന്നാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ് ഏതാണ് eigen വാല്യൂ, എന്താണ് eigen വെക്ടർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നോട്ട് ചെയ്യുക, എക്സിനെയാണ് eigen വെക്ടർ ആദ്യം തന്നെ നോട്ട് ചെയ്തോ. ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇഫ് AX ഈസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് AX ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, വേർ ലാംഡ ഈസ് എ സ്കേലാർ എന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാംഡ കിട്ടുന്നുണ്ടല്ലോ, ആ സ്കേലാർ ലാംഡ, ആ ലാംഡയാണ് നമ്മളുടെ eigen വാല്യൂ ആയിട്ട് വരുന്നത്. eigen വാല്യൂ ഓഫ് A ഓർ ഓഫ് ടി എ എന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മൊഡ്യൂൾ 2-ലൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ and x is said to be the eigen vector corresponding to lambda എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു മെട്രിക്സ് A എടുക്കുകയാണെങ്കിലും അത് AX is equal to lambda x, സ്ക്വയർ മെട്രിക്സ് ആണ്, അത് ശ്രദ്ധിക്കണേ. A is an n by n മെട്രിക്സ്. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് AX is equal to lambda x എന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ലാംഡ ഒരു സ്കേലാറാണ്. അങ്ങനെ കിട്ടുന്ന ലാംഡയെ, ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ഈ ലാംഡയെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയെയാണ് നമ്മൾ eigen വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിലധികമോ eigen വാല്യൂസ് നമുക്ക് കിട്ടിയേക്കാം. അങ്ങനെ eigen വാല്യൂസ് കിട്ടുമ്പോൾ ആ eigen വാല്യൂസിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എക്സ് നമ്മൾ കിട്ടും. അതിനെയാണ് നമ്മൾ eigen വെക്ടേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താണ് eigen വാല്യൂസിൻ്റെ അതുപോലെ തന്നെ eigen വെക്ടേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ നമ്മൾ eigen വാല്യൂവിനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് eigen വാല്യൂസ്. ഞാൻ പറയുന്നു eigen വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡീഷൻ, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ
കമ്പ്യൂട്ടേഷൻസ് ഓഫ് എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയ്ഗൻ വാല്യൂ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല, വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ്. സോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിനാണ് ഇവിടെ ഒരു തിയറം പറയുന്നത്. ഇഫ് എ ഈസ് എൻ n by n മെട്രിക്സ് then lambda is an eigen value of a if and only if it satisfies the equation determinant of lambda I minus a is equal to 0. So this equation is called the characteristic equation. മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് കിട്ടുന്നു. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെന്ന് കരുതുക. എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമ്മളിവിടെ ഐ എന്ന് എടുക്കുന്നതും ഒരു 3/3 ആയിരിക്കും. എന്നിട്ട് എയിൽ നിന്ന് അല്ലെങ്കിൽ ലാംഡ ഐയിൽ നിന്ന് എ മൈനസ് ചെയ്യും. ചില സമയത്ത് എ മൈനസ് ലാംഡ ഐ എന്നുള്ള രീതിയിലും എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലാംഡ ഐ മൈനസ് എ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ഈക്വൽ ടു 0 എന്നിടുന്നു. അതിനെ സോൾവ് ചെയ്തിട്ട് ലാംഡ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെയാണ് നമ്മൾ എയ്ഗൻ വാല്യൂസ് കണ്ടെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, ലാംഡ ഐ മൈനസ് എ കണ്ടെത്തുന്നു. ഇതാണ് സ്റ്റെപ്പ് 1 ആയിട്ട് വരുന്നത്. സ്റ്റെപ്പ് 2 ആയിട്ട് വരുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ നമ്മൾ കണ്ടെത്തുന്നു. സ്റ്റെപ്പ് 3 ആയിട്ട് വരുന്നത് എന്താ, അതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടെത്തുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ രൂപത്തിൽ കിട്ടും. അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പോളിനോമിയൽ. ഓക്കെ, ഇനി അത് ഈക്വൽ ടു 0 എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അത് ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാം, അതിന് മുകളിലേക്ക് പവറുള്ള, അതിൻ്റെ മുകളിലേക്ക് ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഇക്വേഷൻ ആകാം. അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡ കിട്ടും. ആ ലാംഡയാണ് എയ്ഗൻ വാല്യൂ. ആ ലാംഡ വെച്ചിട്ട് നമ്മൾ എക്സിനെ കണ്ടെത്തും. അതാണ് എയ്ഗൻ വെക്ടർ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടല്ലോ. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു 2/2 മെട്രിക്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആൻഡ് ദ എയ്ഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് എ -5 2 2 -2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയ്ഗൻ വാല്യൂസ് കണ്ടെത്തുന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലാംഡ ഐ മൈനസ് എ എന്താണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലാംഡ ഐ മൈനസ് എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതും. നമ്മൾ നോക്കുക, ഇവിടെ 2/2 മെട്രിക്സ് ആണ്, അതുകൊണ്ട് ഐയും 2/2 മെട്രിക്സ് ആയിരിക്കും. 1 0 0 1, അതിൽ 1 ഉള്ളിടത്ത് ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ ലാംഡനോട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നായി. സോ ലാംഡ 0 0 ലാംഡ. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, എ മൈനസ് ചെയ്യുക. -5 2 2 -2. ശ്രദ്ധിക്കണേ, എ അതിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാംഡ -5 അത് ലാംഡ +5 ആയിട്ട് മാറുന്നു. ഇനി 0 -2 അതെന്തായിട്ട് മാറുന്നു, -2. ഇവിടെ 0 -2 അത് -2 ആയിട്ട് മാറുന്നു. ലാംഡ -2 അത് ലാംഡ +2 എന്നായിട്ട് മാറും. മെട്രിക്സ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, ഈ മുകളിലുള്ള ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ ചെയ്യാൻ. ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലാംഡയിൽ നിന്ന് ഇതിലുള്ള ഡയഗണൽ എലമെൻറ്റ്സ് മൈനസ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ ചിഹ്നം മാറ്റി എഴുതിയാൽ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ലാംഡ എ മൈനസ് ലാംഡ ഐ എന്ന് എടുക്കാതെ ലാംഡ ഐ മൈനസ് എ എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പോളിനോമിയൽ കിട്ടുന്ന സമയത്ത് ലാംഡയുടെ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അവിടെ നമുക്ക് കിട്ടും ലാംഡ +5 ഇൻറ്റു ലാംഡ +2 -2 ഇൻറ്റു -2 അത് +4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണേ. അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഡ സ്ക്വയർ +5 +2 7 ആണ്. 7 ലാംഡ +10 നിങ്ങൾക്കറിയാം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്, അതിൽ ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, -4 എന്ന് കിട്ടുന്നു. സോ ലാംഡ സ്ക്വയർ +7 ലാംഡ +10 -4 +10 -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +6 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഞാൻ അതിനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ലാംഡ സ്ക്വയർ +7 ലാംഡ +6 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡ കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്, എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ എയ്ഗൻ വാല്യൂസ് മാത്രമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു -b +or -√b² -4ac/2a നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 2 നമ്പർ നമ്മൾ കണ്ടെത്തും. ഇതൊന്നും ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു, ഞാൻ വീണ്ടും 10ാം ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ഞാൻ സോൾവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമുക്ക് 2 നമ്പർ കിട്ടണം. ആ 2 നമ്പർ കൂട്ടിയാൽ 7 കിട്ടണം. ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. ആ 2 നമ്പേഴ്സ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അത് 1ഉം 6ഉം ആണ്. എല്ലാം പോസിറ്റീവ് ആണല്ലോ, പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ കിട്ടുന്നു, ലാംഡ +1 ഇൻറ്റു ലാംഡ +6 ഈസ് ഈക്വൽ ടു 0. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ലാംഡ ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു -6.
അപ്പോൾ 2 ഈഗൻ വാല്യൂസ് കിട്ടി. ഇതിൻ്റെ ഈഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? -1ഉം -6ഉം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റൊരു ചോദ്യമാണ് 3/3 മെട്രിക്സിൻ്റെ ഒരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടെത്തണം, ഈഗൻ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം λi - a നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഞാൻ ഡയറക്റ്റ് ചെയ്താണ് λi - a എന്ന് പറയുന്നത് 0 - λ - 0 അത് ലാംഡ എന്ന് കിട്ടുന്നു. അടുത്ത -1 ആവും, 0 ആണ്. ഇവിടെ 0 λ - 0 ചെയ്യുമ്പോൾ ലാംഡ എന്ന് കിട്ടും. ഇവിടെ 1 എന്നുള്ളത് -1 ആവും, 4 എന്നുള്ളത് -4 ആവും, -17 എന്നുള്ളത് +17 ആവും, 8 എന്നുള്ളതോ λ - 8 എന്നായിട്ട് മാറും. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി, ഈസിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ഇവിടെ എന്താണ്, ലാംഡ ഇൻറ്റു ഇതിൽ ചെയ്യൂ അല്ലേ, ലാംഡ ഇൻറ്റു λ - 8 -17 ഇൻറ്റു -1 അതെന്തായിട്ട് മാറും, -17 വരിക, മൈനസ് ഇവിടെ +17 എന്നായിട്ട് മാറും. കഴിഞ്ഞു. ഞാൻ അടുത്ത ഇവിടെ -1 ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -1 എന്ന് വരും. അങ്ങനെയല്ലേ ഡിറ്റർമിനൻ്റ് കണ്ടെത്തുന്ന സമയത്ത് ആദ്യത്തെ പോസിറ്റീവ്, പിന്നത്തെ നെഗറ്റീവ്, പിന്നത്തെ പോസിറ്റീവ്, പിന്നത്തെ നെഗറ്റീവ്, അങ്ങനെയാണല്ലോ പോവുക. അപ്പോൾ ഇവിടെ +1 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടുന്നു, 0 ഇൻറ്റു λ - 8 അത് 0, -4 ഇൻറ്റു -1 അത് +4 ആണ് കിട്ടുന്നത്. അടുത്ത 0 ഇൻറ്റു ആണ്, അത് എന്ത് ചെയ്താലും എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു. സോ ദിസ് വിൽ ബിക്കം λ ഇൻറ്റു λ² - 8 λ + 17 -4 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇവിടെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക λ³ -8 λ² + 17 λ -4 എന്ന് കിട്ടുന്നു. സോ ഇതാണ് നമ്മളുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു λ³ -8 λ² + 17 λ -4 = 0. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടെക്നിക്ക് എന്താണ്? യഥാർത്ഥത്തിൽ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ് കിട്ടുന്ന സമയത്ത് ഡയറക്റ്റ് സോൾവ് ചെയ്യാതെ നമ്മൾ ലാംഡയ്ക്ക് ഈ വാല്യൂസിൽ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കും, +or -1, +or -2, +or -3, അതുപോലെ തന്നെ +or -4. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് λ = 4 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരും. അത് നമ്മൾ ഈ ഓരോന്നും +or -1, +or -2, +or -3, +or -4 കൊടുത്ത് നോക്കിയിട്ട് കണ്ടെത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ λ = 4 എന്നുള്ളത് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ λ - 4 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ട് കിട്ടും. അപ്പോൾ λ³ -8 λ² + 17 λ -4. ഓക്കെ, ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റ് λ -4 ഇട്ട് കഴിഞ്ഞാൽ ഇതിന് λ -4 പുറത്തേക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇതെല്ലാവർക്കും പറ്റിയ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ λ² കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ λ³ -4 λ² എന്ന് വരുന്നു. ഇതിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് λ³ നിന്ന് λ³ പോയാൽ 0. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ -8 λ അവിടെ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും അല്ലേ. അപ്പം -8 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -4 λ² ആണ്. +17 λ എന്ന് ഇറക്കി എഴുതി കഴിഞ്ഞാൽ വീണ്ടും -4 λ² ഉണ്ട്. ഇവിടെ ലാംഡയുണ്ട്, ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ -4 λ ഇവിടെ കൊടുക്കണം. അപ്പം -4 λ ഇൻറ്റു λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 λ² ആണ്. -4 λ ഇൻറ്റു -4 λ എന്ന് പറയുന്നത് എന്താണ്, +16 λയാണ്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0, ഇത് λ -4 ഇറക്കി എഴുതാം, ഒരു +1 കൊടുക്കാം, അപ്പോൾ λ -4 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ λ³ -8 λ² അതിന് ഞാനൊന്ന് എഴുതുന്നുണ്ട്. എന്താ λ³ -8 λ² + 17 λ -4 + 17 λ -4 = 0 എന്നുള്ളതിന് λ -4 ഇൻറ്റു എന്ത് എഴുതാം, λ² + 4 λ + 1 എന്ന് എഴുതാം. λ² + 4 λ + 1 = 0 എന്ന് എഴുതാം. അപ്പോൾ λ = 4 ആണെന്നൊന്ന് കിട്ടിയേ. അടുത്ത് നോക്കുക, λ² + 4 λ + 1 = 0 എന്ന് എടുക്കാം. കൂട്ടിയാൽ 4 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്നു λ = -4 +or -√. ശരിക്കും ഡിസ്ക്രിമിനൻ്റ് സെപ്പറേറ്റ് കണ്ടെത്തുന്നു, എന്നിട്ട് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കുന്നു. അതായിരുന്നു നമ്മളുടെ രീതി. ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ b² എന്ന് പറഞ്ഞാൽ 4² 16 ആണ്. -4ac 4 × 1 × 1 all divided by 2 × 1. That is equal to -4 +or -√. 16 - 4 അത് √12 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടുന്നു. ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. -4 + √12 എന്ന് പറഞ്ഞാൽ 4 × 3 ആണ്, അപ്പോൾ 2 √3 എന്ന് കിട്ടുന്നു.
അല്ലേ? √12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √4 × 3 ആണ്. അപ്പോൾ 4 ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ 2√3 എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓൾ ഡിവൈഡഡ് ബൈ 2. 2നോട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഓർ നമുക്ക് എന്ത് കിട്ടുന്നു? -2 -2√3 എന്ന് കിട്ടുന്നു. സോ നമ്മുടെ ലാംഡ സൊല്യൂഷനായിട്ട് വരുന്നത് ലാംഡ = 4 എന്ന് കിട്ടുന്നു. അടുത്തത് ലാംഡ = -2 + 2√3 കിട്ടുന്നു. അടുത്തത് ലാംഡ = -2 -2√3 കിട്ടുന്നു. ഇങ്ങനെ 3 ലാംഡകളാണ് അല്ലെങ്കിൽ 3 എയ്ഗൻ വാല്യൂസാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 3/3 മെട്രിക്സിൽ നിന്ന് മാക്സിമം നമുക്ക് എന്തിലേക്ക് എത്താം? 3 ലാംഡകൾ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ജാം ലെവലിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ 3 ലാംഡകൾ എന്താകാം? റിയൽ ആവോ അല്ലെങ്കിൽ ഇമാജിനറി ആവോ? ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ജാമിലാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മതി. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ഷോ ദാറ്റ് ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ ഓർ ഡയഗണൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ആർ ദ എൻട്രീസ് ഓൺ ദി മെയിൻ ഡയഗണൽ ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ അത് എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു, A11 A12 A13 എക്സെട്ര A1n, ഇവിടെ 0 A22 A23 എക്സെട്ര A2n, ഇവിടെ 0, ഇവിടെ ഇങ്ങനെ എക്സെട്ര വന്നിട്ട് ANN എന്ന് വരുന്നു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ലാംഡ I മൈനസ് A എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ലാംഡ I മൈനസ് A. അപ്പോൾ നമ്മളത് ഡിറ്റർമിനൻ്റ് ഓഫ് ആണല്ലോ. ഡിറ്റർമിനൻ്റ് ഓഫ് നമ്മൾ ചെയ്യുന്നു ലാംഡ മൈനസ് A11 മൈനസ് A12 മൈനസ് A13 എക്സെട്ര മൈനസ് A1n. ഇവിടെ നമ്മൾ ലാംഡ മൈനസ് A22 എക്സെട്ര ഇവിടെ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റത്തെ ലാംഡ മൈനസ് ANN എന്ന് വരുന്നു. ഇവിടെ വലിയൊരു 0 വരുന്നു. എല്ലാം സീറോസാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? ഈ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ I മൈനസ് A എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ മൈനസ് A11, ഡിറ്റർമിനൻ്റ് അല്ല, ലാംഡ മൈനസ് A11 ഇൻറ്റു ലാംഡ മൈനസ് A22 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ലാംഡ മൈനസ് ANN എന്നുള്ളതാണ് എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാംഡകൾ എന്ന് പറയുന്നത് A11 ഓർ A22 എക്സെട്ര ഓർ എന്തായിട്ട് കിട്ടുന്നു? ANN എന്നുള്ളതായിട്ട് കിട്ടുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ലാംഡ A11 A22 അല്ലെങ്കിൽ എക്സെട്ര ANN എന്നുള്ളതോ വന്നാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഇവിടെ വരുന്നത് എന്താണ്? ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളോട് ഇത് പ്രൂവ് ചെയ്യാനും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ലാംഡ I മൈനസ് A നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എന്ന് എഴുതാം. അത് ശ്രദ്ധിക്കുക, ലാംഡ മൈനസ് A11 മൈനസ് A12 മൈനസ് A13 എക്സെട്ര മൈനസ് A1n. അടുത്ത് നോക്കുമ്പോൾ 0 ലാംഡ മൈനസ് A22 A23 എക്സെട്ര മൈനസ് ഒക്കെ ഇവിടെ മൈനസ് ആണ് A2n. ഇവിടെ ഇങ്ങനെ എക്സെട്ര എന്ന് വരുമ്പോൾ ലാസ്റ്റത്തത് ലാംഡ മൈനസ് ANN എന്ന് കിട്ടുന്നു. ഇവിടെ വലിയൊരു 0, കംപ്ലീറ്റ് 0 ആയിട്ട് മാറുന്നു. ഇനി നമുക്കറിയാം ട്രയാങ്കുലർ മെട്രിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ. ലാംഡ I മൈനസ് A എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ദെർഫോർ ലാംഡ മൈനസ് A11 ഇൻറ്റു ലാംഡ മൈനസ് A22 ഇൻറ്റു ലാംഡ മൈനസ് A33 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ലാംഡ മൈനസ് ANN എന്നാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇതിൽ നിന്ന് ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അപ്പോൾ കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് സൊല്യൂഷനായിട്ട് നമുക്ക് എന്തൊക്കെ വന്നേക്കാം? A11 വരാം, A12 അല്ലെങ്കിൽ A22 വരാം, A33 വരാം, എക്സെട്ര ANN എന്നുള്ള രീതിയിൽ വരാം. ഇതിലേതെങ്കിലും ആവാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എയ്ഗൻ വാല്യൂസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് ആണ്. അത് തന്നെയാണല്ലോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എയ്ഗൻ വാല്യൂസ് ഓഫ് ട്രയാങ്കുലർ മെട്രിക്സ് ആർ ദി എൻട്രീസ് ഓൺ ദി മെയിൻ ഡയഗണൽ ഓഫ് ദി മെട്രിക്സ്. അപ്പം ഹെൻസ് പ്രൂവ്ഡ്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
ഇങ്ങനെ അപ്പർ ട്രയാങ്കുലറിൻ്റെതായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോവർ ട്രയാങ്കുലറിൻ്റെതാവും, അതായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡയഗണൽ മാട്രിക്സിൻ്റെതാവും. കാരണം അതിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടി മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് ഈ പ്രോബ്ലംസും അതുപോലെ തന്നെ ഈ തിയറംസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ എയ്ഗൻ വാല്യൂസിന് മറ്റൊരു ഡെഫിനിഷൻ, എയ്ഗൻ വാല്യൂസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം, ഇഫ് അതൊരു തിയറം രൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ ഈസ് എൻ n by n മെട്രിക്സ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വാലൻറ്റ്. ശ്രദ്ധിക്കണേ, ഇതെല്ലാം ഇക്വാലൻ്റ് ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഇക്വാലൻ്റ് ആണ്. ഒന്നാമത്തത് ലാംഡ ഈസ് എൻ എയ്ഗൻ വാല്യൂ. ആയിക്കോട്ടെ, ലാംഡ എയ്ഗൻ വാല്യൂ ആണ്. എയ്ഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ അതിനുള്ള ഗുണം എന്നുള്ളതാണ് ബിയിൽ. ലാംഡ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0. ലാംഡ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈസ് ഈക്വൽ ടു 0. ഒബ്വിയസ് അല്ലേ, ഇത് രണ്ടും പറയുന്നത് സെയിം അല്ലേ? ആണ്. അടുത്ത പറയുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ അല്ലാതെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇതിനുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് മനസ്സിലാക്കാം, ലാംഡ എയ്ഗൻ വാല്യൂ ആണ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. അടുത്ത പറയാണ് ദർ ഈസ് എ നോൺ സീറോ വെക്ടർ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടിയോ, ബാക്കി 3 എണ്ണവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഈ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്വവാലൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത തിയറത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അടുത്ത തിയറം നമ്മളോട് പറയാണ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു 0 ഈസ് നോട്ട് ആൻ എയ്ഗൻ വാല്യൂ ഓഫ് എ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ലാംഡ 0 ആണെന്ന് നമുക്ക് കിട്ടിയെന്ന് കരുതാം, ഏതെങ്കിലും ഒരു എയ്ഗൻ വാല്യൂ 0 ആണെന്ന് നമുക്ക് കിട്ടിയെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ സ്ക്വയർ മെട്രിക്സ് എന്താണ് എന്നുള്ളത് ഇൻവേർട്ടിബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, 0 ആയിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എയ്ഗൻ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് എന്ത്, ലാംഡ ഈക്വൽ ടു 0 ഒരു എയ്ഗൻ വാല്യൂ ആവുകയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് മാറും. ഡിറ്റർമിനൻ്റ് 0 ആവുകയാണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കണക്ഷനാണ് ഇവിടെ വരുന്നത്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ഈസ് നോട്ട് എൻ എയ്ഗൻ വാല്യൂ ഓഫ് എ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാനിത് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് എയ്ഗൻ വെക്ടേഴ്സ് ആൻഡ് ബേസിസ് ഫോർ എയ്ഗൻ സ്പേസസ് എന്നുള്ളതാണ്. എയ്ഗൻ വെക്ടേഴ്സ് ആൻഡ് ബേസിസ് ഫോർ എയ്ഗൻ വെക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ എയ്ഗൻ വെക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എയ്ഗൻ വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ എയ്ഗൻ വെക്ടേഴ്സ് വെച്ചിട്ടാണ് എയ്ഗൻ സ്പേസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ബേസിസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എയ്ഗൻ സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാംഡ വെച്ചിട്ടുള്ള ഇതിൻ്റെ എക്സിൻ്റെ സൊല്യൂഷൻസിൻ്റെ കളക്ഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ലാംഡക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ സൊല്യൂഷൻസ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ എയ്ഗൻ സ്പേസിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റ് പേരുകളാണ് നൾ സ്പേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ സ്പേസ് 3 പേരുകളുണ്ട്. നൾ സ്പേസ് ഓഫ് മെട്രിക്സ് ലാംഡ ഐ മൈനസ് എ എന്നുള്ളത്. അതുപോലെ തന്നെ കേണൽ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് ഇതാണ്. കേണൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കേണൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ദ കേണൽ ഓഫ് ദി മെട്രിക്സ് ഓപ്പറേറ്റർ ടി ലാംഡ ഐ മൈനസ് എ ഫ്രം ആർ എൻ ടു ആർ എൻ. യെസ്, ഒരു പേരും കൂടിയുണ്ട്. ഇതാണ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് സാറ്റിസ്ഫൈയിങ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ്. ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്, സാറ്റിസ്ഫൈയിങ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ളത്. ഈ 3 പേരിലാണ് എയ്ഗൻ സ്പേസസ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എയ്ഗൻ വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എയ്ഗൻ സ്പേസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് എയ്ഗൻ വാല്യൂസ് ആൻഡ് ബേസിസ് ഫോർ ദ എയ്ഗൻ സ്പേസ് കറസ്പോണ്ടിങ് ടു ദ എയ്ഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്. ഏതാണ് മെട്രിക്സ്? 5 -2 -2 2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലാംഡ എന്താണ് എന്ന് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ലാംഡ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ -5 2 2 ലാംഡ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഡ -5 ഇൻറ്റു ലാംഡ -2 -4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ -7 ലാംഡ പ്ലസ് 10 -4 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ -7 ലാംഡ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0.
ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7 കിട്ടുന്ന നമ്പർ -1 -6 മാത്രമേ ഉള്ളൂ. ദെർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു 1 ഓർ 6 എന്നുള്ളതാണ്. അപ്പോൾ ഈ 1നും അതുപോലെ തന്നെ 6നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും, ഓരോ ഏഗൻ വെക്ടേഴ്സ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഏഗൻ വെക്ടേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഏഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ലാംഡ 1, ലാംഡ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടേഴ്സ്. ലാംഡ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടും ലാംഡ i മൈനസ് എ ഈസ് ഈക്വൽ ടു i മൈനസ് എ എന്നായിട്ട് മാറും. അതായത് ഇവിടുന്ന് 1 മൈനസ് 5 എന്ന് പറയുന്നത് -4 2 2 -1 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് i മൈനസ് എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0, അതാണല്ലോ എന്ത് ഐ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ -4 2 2 -1, ഇവിടെ നമ്മൾ x1 x2 എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ 0 0. അപ്പോൾ നമ്മളിതിനെ സൊല്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ -4 കൊണ്ട് R1 ചേഞ്ചസ് ടു R1 ബൈ -4 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും, എന്താണ് കിട്ടുക, 1 ബൈ 2 മൈനസ് ആണ്, ഇവിടെ 2 -1, ദാറ്റ് ഈസ് x1 x2 ഈക്വൽ ടു 0 0. ഇവിടെ R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും 1 -1 ബൈ 2. അതുപോലെ തന്നെ ഇവിടുന്ന് മനസ്സിലാവും 2 - 2 0 എന്ന് കിട്ടുന്നു, 0. അടുത്തത് എന്താണ് -1 + 2 × 1, അതും എന്തായിട്ട് കിട്ടുന്നു, 0 എന്ന് കിട്ടുന്നു. x1 x2 ഈക്വൽ ടു 0 0. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ, x1 മൈനസ് x2 ബൈ 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു -x2 ബൈ 2 എന്ന് കിട്ടുന്നു. നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ x2നെ നമ്മളൊരു s എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ x1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വിളിക്കാമല്ലോ, എങ്ങനെ, x2 ഈക്വൽ ടു -2x1 എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ x1നെ നമ്മൾ s ആയിട്ട് വിളിക്കുകയാണെങ്കിൽ x2 എന്തായിട്ട് മാറുന്നു, -2s ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഏഗൻ സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് s -2s എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു s ഇൻറ്റു 1 - 2 എന്നുള്ളതാണ്. അപ്പോൾ 1 - 2 സ്പാൻ ചെയ്യുന്ന സ്പേസ് ആയിരിക്കും എന്തായിട്ട് മാറുന്നത്, പ്രൊഡക്റ്റ് ഓഫ് 1 - 2 ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെർഫോർ സെറ്റ് ഓഫ് ഓൾ 1 - 2 ഈസ് എ ബേസിസ് ഫോർ ദ ഏഗൻ സ്പേസ്. ഏഗൻ സ്പേസിനുള്ള ഒരു എന്താണ് ബേസിസ് ആണ് എന്നുള്ളത് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കറസ്പോണ്ടിങ് ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ സ്പേസിൻ്റെ എന്താണ് ബേസിസ് ആണ് 1 - 2 എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ഇതുപോലെ ലാംഡ ഈക്വൽ ടു 6 ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് എന്താണ് 6i മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അത് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് 6 - 5 ആണ്, അത് 1 വരും, ഇവിടെ 6 - 2 4 വരും. അപ്പോൾ 1 2 2 4 എന്നുള്ള മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക, 1 2 2 4. ഇനി ഇതിനെ നമ്മൾ എന്താണ് x1 x2 ചെയ്തിട്ട് 0യിലേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചെയ്യാം R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് കിട്ടുക 1 2 0 0 എന്ന് തന്നെയാണ്. ഇവിടുന്ന് x1 x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു 2x2 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു t ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൊല്യൂഷനായിട്ട് ബേസിസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം. x2 ഈസ് ഈക്വൽ ടു t ആകുന്ന സമയത്ത് x1 ഈസ് ഈക്വൽ ടു 2t എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതിനെ എഴുതുമ്പോൾ 2t അതുപോലെ തന്നെ t എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെന്ത് എഴുതാം, t ഇൻറ്റു 21 എന്നായിട്ട് എഴുതാം. അപ്പോൾ സെറ്റ് 21 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഈസ് എ ബേസിസ് ഓഫ് ഏഗൻ സ്പേസ് കറസ്പോണ്ടിങ് ടു 6. അപ്പോൾ ഓരോ ഏഗൻ വാല്യൂസിനും ഓരോ ഏഗൻ വെക്ടേഴ്സ് ഉണ്ടാവും, ഓരോ സെറ്റ് ഓഫ് ഏഗൻ വെക്ടേഴ്സ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഏഗൻ സ്പേസ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഇങ്ങനെ 2x2 മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇതിൻ്റെ 3x3 കൂടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 3x3 മെട്രിക്സ് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. 3x3 മെട്രിക്സിൻ്റെ ഏഗൻ സ്പേസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. യെസ്,
അപ്പോൾ അതിങ്ങനെയാണ്. ഫൈൻഡ് ദി eigen values and the basis for the eigen space corresponding to the eigen values of the matrix. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ eigen values നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ മെട്രിക്സിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കുറേ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ജാമിനൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈസി ആയിട്ടുള്ള മെട്രിക്സിൻ്റെ eigen values എങ്ങനെ സ്പീഡിൽ കണ്ടെത്താം എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അതിലേക്ക് നിൽക്കുന്നില്ല, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നീങ്ങുകയാണ്. സോ ആൻസർ ആദ്യം നമ്മൾ ഇതിനെ എ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡ i മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ മൈനസ് 8 6 മൈനസ് 2 6 ലാംഡ മൈനസ് 7 4 മൈനസ് 2 4 സൈൻ മാറുന്നത് ശ്രദ്ധിക്കണേ. ലാംഡ മൈനസ് 3 ഈസിയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. അടുത്ത ലാംഡ മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ലാംഡ മൈനസ് 7 ഇൻറ്റു ലാംഡ മൈനസ് 3 മൈനസ് 4 ഇൻറ്റു 4 16 എന്ന് കിട്ടുന്നു. അടുത്തത് മൈനസ് 6 ഇൻറ്റു ലാംഡ മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു 4 എന്ന് കിട്ടുന്നു. പ്ലസ് വന്നത് എങ്ങനെ ശ്രദ്ധിക്കണേ, ഈ മൈനസും അവിടെ ഒറിജിനലി ഉള്ള മൈനസും. അടുത്തത് പ്ലസ് മൈനസ് 2, അപ്പോൾ മൈനസ് 2 എന്നായിട്ട് മാറും. ഇൻറ്റു ഇവിടെ 6 ഇൻറ്റു 4 24 മൈനസ് മൈനസും ഈ പ്ലസ് ആയിട്ട് മാറും 2 ഇൻറ്റു ലാംഡ മൈനസ് 7. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ഇവിടെ ലാംഡ മൈനസ് 8 ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടുക ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 21 മൈനസ് 16. അടുത്ത ഇവിടെ മൈനസ് 6 ഇൻറ്റു ഇവിടെ 6 ലാംഡ മൈനസ് 18 പ്ലസ് 8. അടുത്തത് മൈനസ് 2 ഇൻറ്റു 24 പ്ലസ് 2 ലാംഡ മൈനസ് 14. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ അത് ലാംഡ ക്യൂബ് എന്ന് കിട്ടുന്നു. ലാംഡ ഇൻറ്റു മൈനസ് 10 ലാംഡ അത് മൈനസ് 10 ലാംഡ സ്ക്വയർ എന്ന് കിട്ടുന്നു. 21 മൈനസ് 16 ആണ്. 21 മൈനസ് 16 ചെയ്യുമ്പോൾ നമുക്കവിടെ 5 എന്ന് കിട്ടുന്നു. 5 ഇൻറ്റു ലാംഡ അപ്പോൾ പ്ലസ് 5 ലാംഡ എന്ന് കിട്ടുന്നു. അടുത്ത മൈനസ് 8 കൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 80 ലാംഡ അഗെയിൻ മൈനസ് 40 എന്ന് കിട്ടുന്നു. അടുത്ത നോക്കുമ്പോൾ ഈ മൈനസ് 6 കൊണ്ട് ചെയ്യണേ. ഇവിടെ മൈനസ് 6 ഇൻറ്റു 6 ലാംഡ മൈനസ് 36 ലാംഡ മൈനസ് 6 ഇൻറ്റു മൈനസ് 18 പ്ലസ് 8 അത് എന്തായിട്ട് മാറുന്നു, മൈനസ് 10 ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് പ്ലസ് 60. ഇനി ഇവിടെ മൈനസ് 2 ഇൻറ്റു 24 മൈനസ് 14 എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് മാറുന്നു. therefore that is മൈനസ് 20 മൈനസ് 4 ലാംഡ എന്ന് കിട്ടുന്നു. ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുക, ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു മൈനസ് 40 ഉണ്ട്, ഇവിടെ ഒരു 60 മൈനസ് 20 ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. മൈനസ് 40യും പ്ലസ് 40യും ക്യാൻസൽ ആയിട്ട് മാറും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ലാംഡ ക്യൂബ് ഉണ്ട് എഴുതുന്നു. അടുത്ത മൈനസ് 10 ലാംഡ സ്ക്വയർ ഉണ്ട്, മൈനസ് 8 ലാംഡ സ്ക്വയർ ഉണ്ട്, അത് മൈനസ് 18 ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ സ്ക്വയർ. അടുത്ത് നോക്കുക, അവിടെ 5 ലാംഡയുണ്ട്, അതുപോലെ തന്നെ 36 ലാംഡയുണ്ട്. അത് ചെയ്യുമ്പോൾ മൈനസ് അവിടെ ഒരു 80 ലാംഡയും ഉണ്ട്. ഓക്കെ, അപ്പോൾ 85 മൈനസ് 36 എന്ന് പറഞ്ഞ് കിട്ടുന്നു. 85 മൈനസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരു 5 ലാംഡയുണ്ട്, ഇവിടെ 80 ലാംഡയുണ്ട്, 36 ലാംഡയുണ്ട്, മൈനസ് 4 ലാംഡയുണ്ട്. അതിലൂടെ ചെയ്യുമ്പോൾ 85ഉം മൈനസ് 41 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 45 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നോക്കാൻ ലാംഡ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ഇവിടെ കൂട്ടിയാൽ മൈനസ് 18 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45 കിട്ടണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൂട്ടിയാൽ മൈനസ് 18 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45 കിട്ടണം. അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതാണ്? അത് കൂട്ടിയാൽ മൈനസ് 18 മൾട്ടിപ്ലൈ ചെയ്താൽ 45. അങ്ങനെയുള്ളത് 3 ഇൻറ്റു 15 ആണ്. മൈനസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ മൈനസ് 15 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 3, ലാംഡ ഈക്വൽ ടു 15 ആണ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും eigen വെക്ടേഴ്സ്, eigen സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ലാംഡ ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എന്ത് കിട്ടും? ഈ മെട്രിക്സ് തന്നെ കിട്ടും അല്ലേ. മൈനസ് 8 6 മൈനസ് 2 എന്താണ് മൈനസ് 8 6 മൈനസ് 2, പിന്നെ നമുക്ക് കിട്ടുക 6 മൈനസ് 7 4 6 മൈനസ് 7 4. അടുത്തത് നമുക്ക് കിട്ടുക മൈനസ് 2 4 മൈനസ് 3 മൈനസ് 2 4 മൈനസ് 3. ഇതിന് നമ്മൾ x1 x2 x3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. R1 ചേഞ്ചസ് ടു R1 ബൈ മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 1, അതുപോലെ തന്നെ 6/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4. യെസ്, അഗെയിൻ ഇവിടെ മൈനസ് ഇവിടെ മൈനസ് വരും.
ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും, അത് 1/4 എന്ന് വരുന്നു. അടുത്ത 6 - 7 4 -2 4 -3. ഇനി അടുത്ത ഈ 1 യൂസ് ചെയ്തിട്ട് താഴെയുള്ളതൊക്കെ 0 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് R2 ചേഞ്ചസ് ടു R2 - 6R1. അതുപോലെ തന്നെ R3 ചേഞ്ചസ് ടു R3 പ്ലസ് 2R1 എന്ന് ചെയ്യുന്നു. ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് വന്നത്. മനസ്സിലാക്കുക, ട്രാൻസ്ഫോർമേഷൻ പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് മാറും. ഇവിടെ 1 -3/4 1/4. അടുത്ത 6 - 6 0. അടുത്ത -7 -6 ഇൻറ്റു -3/4 ആണ്. അപ്പോൾ നമുക്കവിടെ കിട്ടുക എന്താണ്, -7 പ്ലസ് 6 ഇൻറ്റു 3/4 എന്ന് കിട്ടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 വരും, ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ -14 പ്ലസ് 9 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -5/2 എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്, -5/2. അടുത്തത് 4 മൈനസ് എന്നുള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 5/2 എന്ന് വളരെ ഈസി ആയിട്ട് കിട്ടുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ -2 പ്ലസ് 2 ഇൻറ്റു 1 അത് 0 എന്ന് കിട്ടുന്നു. അടുത്തത് 4 പ്ലസ് -3/2 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 8 - 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 5/2 എന്ന് കിട്ടുന്നു. അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ -3 പ്ലസ് 2/4 1/2 എന്നാണ്. -6 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് -5/2 എന്ന് കിട്ടുന്നു. കണ്ടോ, അത് വളരെ ഈസി ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് മാറുന്നു. നമ്മുടെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാം, ഞാനിവിടെ ഇങ്ങനെ കാൽക്കുലേഷൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ മനക്കണക്ക് ഒഴിവാക്കാം. എക്സാമിന് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മനക്കണക്കുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല എന്നുള്ളത് കാണിക്കാൻ കൂടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി മാറ്റേണ്ടതുണ്ട്. അടുത്ത എന്ത് ചെയ്യണം, R3 ചേഞ്ചസ് ടു R3 പ്ലസ് R2 ചെയ്യണം. അതിൻ്റെ ശേഷം R2 ചേഞ്ചസ് ടു -2/5 R2 ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 1 -3/4 1/4. അടുത്തത് 0, ഇത് 1 1 ആയിട്ട് മാറും. അടുത്തവിടെ 0 0 0 ആയിട്ട് മാറും. വളരെ ഈസിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, x1 x2 x3 എന്നുള്ളത് എടുക്കുക. ദാറ്റ് ഈക്വൽ ടു 0 0 0 എന്ന് എടുക്കുക. അപ്പം ബാക്കി എടുക്കുന്ന സമയത്ത് x1 -3/4 x2 പ്ലസ് 1/4 x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് 4x1 -3x2 പ്ലസ് x3 ഈക്വൽ ടു 0, അതാണ് 1. അടുത്തത് എന്ത് കിട്ടും, x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇതിങ്ങനെ പ്രൊഡക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ കിട്ടും. അതായത് ഈ രണ്ടെണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, x2 ഈസ് ഈക്വൽ ടു -x3 എന്ന് എടുക്കും. അതുപോലെ തന്നെ ആദ്യത്തേതിൽ നിന്നോ 4x1 അല്ലെങ്കിൽ നേരത്തെ രീതിയിൽ തന്നെ എഴുതിയാൽ മതിയല്ലേ, x1 ഈസ് ഈക്വൽ ടു 3/4 x2 -1/4 x3 എന്ന് എഴുതി. ആ രീതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇവിടെ x3 എന്നുള്ളതിനെ ഞാൻ ഒരു s ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് x2 എന്ന് പറയുന്നത് -s ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, -3/4 s എന്നും ഇവിടെ -1/4 s എന്നും കിട്ടുന്നു. ഈ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സൊല്യൂഷൻ സ്പേസ് ആയിട്ട് വരുന്നത് x1 x2 x3 ആണല്ലോ. അപ്പോൾ x1 എന്നുള്ളിടത്ത് എനിക്ക് എന്ത് എഴുതാം, x1 എന്നുള്ളിടത്ത് -3/4 s -1/4 s. ഇനി അടുത്ത x2 എന്നുള്ളിടത്ത് -s എന്ന് എഴുതാം, -s. അടുത്ത x3 എന്നുള്ളിടത്തോ s എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. s ഉള്ളത് മാത്രം s ഇൻറ്റു ഇവിടെ -3/4 -1/4 അത് ആഡ് ചെയ്യുമ്പോൾ -3/4 -1/4 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. ദാറ്റ് ഈസ് -1 -1 1 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, സെറ്റ് -1 -1 1 ഈസ് എ ബേസിസ് ഫോർ Eigen space corresponding to the Eigen value 0. Eigen value 0 ആയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Eigen സ്പേസിൻ്റെ ബേസിസ് ആണ് -1 -1 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇവിടെ 1 -3/4 1/4 0 ഇവിടെ 1 ഇവിടെ -1 എന്ന് കിട്ടും. ഇത് കംപ്ലീറ്റ് 0 0 0 ആയി മാറുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിനെ വേണമെങ്കിൽ x1 x2 x3 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 0 0 0 എന്ന് കിട്ടും. വേണമെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ചെയ്തിട്ട് ഈ -3/4 നമുക്ക് 0 ആക്കി മാറ്റാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ഇതാണ് x1 -3/4 x2 പ്ലസ് x3/4 ഈക്വൽ ടു 0. അതുപോലെ തന്നെ അടുത്തത് കിട്ടുകയാണ് x2 -x3 ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും x2 ഈസ് ഈക്വൽ ടു x3 ആയിട്ട് എടുക്കും. അതിന് ഞാൻ s എന്ന് എടുക്കുന്ന സമയത്ത് x1 എന്ത് കിട്ടും, 3/4 s പ്ലസ് s/4 എന്ന് കിട്ടും. അതായത് അത് 1 ആണ് എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ,
അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s അല്ലേ, 3/4 + 1/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1s എന്നുള്ള രീതിയിൽ കിട്ടുന്നു. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ മെട്രിക്സിൻ്റെ ഫോം എങ്ങനെ എഴുതാം? x1 x2 x3 എന്നുള്ളത് x1 x2 x3 എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാം. ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് x1 എന്ന് പറയുന്നത് s ആണ്. ഓക്കെ, x2നെയും x3നെയും s എന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും x1 എന്ന് പറയുന്നത് ഇവിടെ 3/4s, ഈ ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ -s/4 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2s/4, അതായത് s/2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്നത് s/2 ആണ്. അപ്പോൾ നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ x1 x2 x3 എന്ന് പറയുന്നത് x2നെയും x3നെയും s ആയിട്ട് എടുക്കുകയാണെങ്കിൽ x1 എന്തായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് s/2 ആണ്. അപ്പോൾ നമുക്ക് x2നെയും x3നെയും 2s ആയിട്ട് എടുക്കാം. അപ്പോൾ 2s ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ 2s, ഇവിടെ 2s, മുകളിലുള്ളത് s എന്ന് കിട്ടും. എസ്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ s × 1 2 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെറ്റ് 1 2 2 എന്ന് പറയുന്നത് ഈസ് എ ബേസിസ് ഫോർ ദി eigen space corresponding to the eigen value 0. 0 എന്ന് പറയുന്ന eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് eigen സ്പേസ് സ്പാൻ ചെയ്യുന്ന ബേസിസ് ആണ് എന്തെന്ന് പറയുന്നത് 1 2 2 എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഐഡിയ യൂസ് ചെയ്തിട്ട് ലാംഡ ഈക്വൽ ടു 3 ആകുന്ന സമയത്തും അതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു നമ്മളുടെ അടുത്ത വെക്ടർ എന്ന് പറയുന്നത് 15 അല്ലായിരുന്നു? eigen വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ലാംഡ ഈക്വൽ ടു 15 ആകുന്ന സമയത്തും eigen സ്പേസിൻ്റെ ബേസിസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങൾ ജോയിൻ ചെയ്ത കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മളിപ്പോൾ ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന eigen വാല്യൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ eigen സ്പേസിൻ്റെ വെക്ടർ നമ്മളിവിടെ eigen സ്പേസിൻ്റെ ബേസിസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ലാംഡ ഈക്വൽ ടു 3ൻ്റെതും ലാംഡ ഈക്വൽ ടു 15ൻ്റെതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെയാണ്. ലാംഡക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡക്ക് 15 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen സ്പേസിൻ്റെ ബേസിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യല്ലോ. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, പഠിക്കാനുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ അവിടെ വെച്ച് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആൻസർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഡ ഈക്വൽ ടു 3 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുക 2 1 - 2 എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ ബേസിസിൽ വരുന്നത്. ഇവിടെ കിട്ടുന്നത് 2 - 2 1 എന്നുള്ളതായിരിക്കും. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ വലിയൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.